ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതി അകവല്ലേ. അടുത്ത പാടലിലേക്ക് കിടക്കാം. നിർമ്മല ബോധാന്ത സത്യപ്പൊരുളിൻ്റെ ആകാശമായിട്ടുള്ള പൊരുൾവെളിയനും അമല ചിൽസഭയിൽ അരുൾപ്പെരും ജ്യോതി. പെരിയ നാദാന്ത പെരുനിലവെളിയനും അരിയ ചിറ്റമ്പലത്ത് അരുൾപ്പെരും ജ്യോതി. വിശാല വിമല ബോധാന്ത മെയ്പൊരുൾവെളി. അപ്പോൾ ബോധാന്തമാകുന്ന മെയ്പൊരുൾ ഒളി, ഒളി പ്രകാശം, മെയ്പൊരുൾ ദൈവജ്ഞാനമാകുന്ന ശിവജ്ഞാനമാകുന്ന പ്രകാശം. ആ പ്രകാശം എങ്ങനെയുള്ളതാണ്? വിമല ബോധാന്തമാണ്. വിമലമായ പരിശുദ്ധമായ പരിപാവനമായ ബോധത്തിൻ്റെ അന്തമാണ്. അപ്പോൾ വിമലമായ പരിശുദ്ധമായ ഉദാരമായ ആ ബോധാന്തത്തിൻ്റെ മെയ്പൊരുളാണ്, ശിവജ്ഞാനമാണ് ഈ അരുൾപ്പെരും ജ്യോതി ചിത്സഭയിൽ പ്രകാശിക്കുന്നത്. അപ്പോൾ ചിദാകാശ മണ്ഡലത്തിൽ പ്രകാശിക്കുന്ന അരുൾപ്പെരും ജ്യോതി എന്ന് പറയുന്നത് വിമല ബോധാന്ത മെയ്പൊരുളാണ്. ബോധാന്തം ശൈവ സിദ്ധാന്തത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ്, ഒരു വാക്കാണ് ബോധാന്തം. ബോധത്തിൻ്റെ അന്തം. ബോധം എന്ന് വെച്ചാൽ ഇവിടെ അറിവ് എന്നാണ്. അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ അന്തം, അറിവിൻ്റെ ആ ഏറ്റവും ഉന്നതമായ സോപാനം. അപ്പോൾ അറിവിൻ്റെ ഏറ്റവും ഉയർന്ന പടിയിലുള്ള ആ ശിവ ഒളിയാണ് എൻ്റെ ചിത്സഭയാകുന്ന ചിദാകാശത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നത്. അപ്പോൾ അറിവ്, ഈ അറിവിൻ്റെ അന്തം, ഈ അറിവിൻ്റെ അന്തം തന്നെയാണ് സാക്ഷാൽ ശിവം. അപ്പോൾ ശിവൻ എന്ന് പറയുന്നതും അറിവ് എന്ന് പറയുന്നതും ബോധം, കോൺഷ്യസ്നെസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് ബോധമാണ്. ആ ബോധത്തിൻ്റെയും അന്തം, ആ ബോധത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലമാണ് ഈ ചിത്സഭയിൽ പ്രകാശിക്കുന്ന, എൻ്റെ ശിരസാകുന്ന ചിത്സഭയിൽ പ്രകാശിക്കുന്ന ഈ തിരുവൊളി, ഈ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ഇങ്ങനെയുള്ള അരുൾപ്പെരും ജ്യോതി ബോധത്തിൻ്റെ, അറിവിൻ്റെ ഏറ്റവും ഉന്നതമായ തലം. അപ്പോൾ അറിവ് തന്നെയാകുന്നു ഈ ശിവ ഒളി. അതാണ് ഇവിടെ പറയുന്നത്. സാക്ഷാൽ കോൺഷ്യസ്നെസ് തന്നെയാണ് ഈ തിരുവൊളി. അരുൾ പെരും ജ്യോതി എന്ന് പറയുന്നത് ബോധത്തിൻ്റെയും അന്തമാണ്, അറിവിൻ്റെയും അവസാനമാണ്. അപ്പോൾ അറിവിൻ്റെ ഏറ്റവും അവസാനത്തെ ബിന്ദു എന്ന് പറയുന്നത് ഈ അരുൾപ്പെരും ജ്യോതിയാണ്. അപ്പോൾ നിർമ്മല ബോധാനന്ദ പൊരുളിൻ്റെ ആ ചിദാകാശത്തിലുള്ള ചിത് പ്രകാശമാണ് ഈ അരുൾപ്പെരും ജ്യോതി. പിന്നെ നോക്കൂ, പെരിയ നാദാന്ത പെരുനിലവെളിയൻ. പെരിയ നാദാന്ത പെരുനിലൈ പെരുവിളി. അപ്പോൾ പെരിയ, പെരിയ എന്ന് വെച്ചാൽ വലിയ, വലിയ നാദത്തിൻ്റെ അന്തമായ പെരുനിലയാണ് ഈ ചിദാകാശം. അപ്പോൾ ചിദാകാശം എന്ന് പറയുന്നത് നമ്മുടെ ശിരസിലെ ആ ചിദാകാശം എന്ന് പറയുന്നത്, അതായത് ആ പരത്തിൻ്റെയും അപ്പുറമുള്ള അവസ്ഥ, ചിത് പരാവസ്ഥ. ആ ചിത് പരാവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? മഹാകാശമാണ്. ആ മഹാകാശം എന്താണ്?
വലിയ നാദാന്ത പെരുനിലയാണ്. അപ്പോൾ നാദത്തിൻ്റെ അന്തവുമായ ആ പെരുനിലയാണ്, അതായത് നാദ സ്വരൂപിയായ ശിവൻ്റെ അപ്പോൾ ഇവിടെ നാദം എന്ന് പറഞ്ഞാൽ എന്താ? ശിവമാണ്. ബിന്ദു എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. ആ ശക്തി ശിവനിൽ ലയിക്കുമ്പോൾ, അതായത് നാദത്തിൻ്റെ അന്തം, ആ ശക്തി ശിവ മേളനത്തിൻ്റെ അന്ത്യത്തിലുള്ള പരമാനന്ദ നിർവൃതിയാകുന്ന പെരുനില, അതാണ് ഈ ചിതാകാശവെളി. ആ ചിതാകാശത്തിലാണ് ഈ അരുൾപ്പെരും ദീപം പ്രകാശിച്ചു നിൽക്കുന്നത്. അരുൾപ്പെരും ജ്യോതിയുടെ പ്രകാശം എന്ന് പറയുന്നത് ആ ബോധത്തിൻ്റെയും അന്തമായ, അതിൻ്റെ നാദത്തിൻ്റെയും അന്തമായ ആ പെരുനിലയാണ്. പെരിയ നില, ഏറ്റവും ഉന്നതമായ നില, അതായത് ശിവനിലയിലെ ഏറ്റവും ഉന്നതമായ നില, അതായത് ശിവലിംഗത്തിൻ്റെ ഏറ്റവും ഉച്ചിയായ സ്ഥലം, ഉത്തരാന്തമായ സ്ഥലം, ആ നാലാമത്തെ തലം, ഏറ്റവും ഉച്ചിയിലുള്ള ഉന്നതമായ ബ്രഹ്മരന്ധ്രത്തിനും 12 അങ്കുലം മുകളിലുള്ള ആ ഉച്ചിയായ സ്ഥാനം, നമ്മുടെ ശിരസിലെ ആ ബ്രഹ്മരന്ധ്രം, ശിരസിൻ്റെ ഉച്ചി ബ്രഹ്മരന്ധ്രം, ആ ബ്രഹ്മരന്ധ്രത്തിനും 12 അങ്കുലം മുകളിലാണ് ഈ പരനില സ്ഥിതി ചെയ്യുന്നത്. അതിനെയാണ് നാം ശിവനില എന്ന് പറയുന്നത്, സദാശിവനില. ആ ശിവനിലയിലെ ഒളിയാണ് ഈ അരുൾപ്പെരും ജ്യോതി, അതായത് നാദത്തിൻ്റെ അന്തം. നാദത്തിൻ്റെ അന്തം എന്ന് പറഞ്ഞാൽ ഓങ്കാരത്തിൻ്റെ പൊരുൾ, അതായത് ഓങ്കാരം എന്ന് പറഞ്ഞാൽ അകാരം, ഉകാരം, മകാരം, ഇത് 3 മാത്രയാണ്. ഈ 3 മാത്രയും കഴിഞ്ഞ് 4മത്തൊരു മാത്രയുണ്ട്. മകാരത്തിനും ശേഷമുള്ള ഒരു വൈബ്രേഷൻ ഉണ്ട്. ഓം എന്ന് ജപിക്കുമ്പോൾ ആ ഓങ്കാരം മകാരവും കഴിഞ്ഞിട്ട് ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷൻ 4മത്തെ തലമാണ്, അതായത് ഈ പരനിലയാണ്. അതായത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അത് അമാത്രയാണ്, മാത്രയില്ലാത്ത മാത്രയാണ്. അകാരത്തിനും ഉകാരത്തിനും മകാരത്തിനും മാത്രയുണ്ട്. ഈ മകാരത്തിനും ശേഷമുള്ള 4മത്തെ അമാത്ര, ആ അമാത്രയാണ്. പ്രണവോപനിഷത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. ആ പ്രണവോപനിഷത്തിൽ വിശദീകരിക്കുന്ന 4മത്തെ അമാത്രയായ മാത്രയാണ് ഈ പെരുനില, നാദാന്തനില, ആ സദാശിവ നില, ഉത്തരാന്തനില. ആ ഉത്തരാന്തനിലയിൽ പ്രശോഭിക്കുന്ന മഹാപ്രകാശമാണ് ഈ അരുൾപ്പെരും ജ്യോതി. അപ്പോൾ ചിതാകാശവെളിയിലെ ഏറ്റവും ഉന്നതമായ സ്ഥലത്ത് പ്രകാശിക്കുന്ന നാദാന്തമാണ് ഈ ഒളി, ഈ പ്രകാശം. ഈ ഒളിയെ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്നത് തിരുമൂലരുടെ തിരുമന്ത്രത്തിലാണ്. തിരുമന്ത്രത്തിൽ ഏരൊളിച്ചക്കരം എന്ന് പറഞ്ഞിട്ട് ഒരധ്യായമുണ്ട്. തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിലെ 4ാം തന്ത്രത്തിലെ ഏരൊളിച്ചക്രം എന്നൊരു കാണ്ഡമുണ്ട്. നമുക്ക് ആ കാണ്ഡത്തിലേക്കൊന്ന് കടന്നു നോക്കാം. തന്ത്രത്തിലെ ആ ഒളിച്ചക്രത്തിൻ്റെ വിവരണം വളരെ സൂക്ഷ്മമായിട്ട് തിരുമൂലദേവൻ വിവരിക്കുന്നുണ്ട്. ആ നാദാന്ത ഒളി തന്നെയാണ് വള്ളലാറും ഇവിടെ ചിത്രീകരിക്കുന്നത്. നമുക്ക് തിരുമൂലയുടെ ഏറൊളിച്ചക്രത്തിലേക്ക് കിടക്കാം. അഗ്നിയൊളി പടർത്തി നിൽക്കുന്ന മൂലാധാര ചക്രം 4 കൊണ്ട താമര പോൽ വിരിയും. ഇതിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ഒളി ബിന്ദുവായി ശിരസിൽ നാദശക്തി ഉണർത്തുന്നത്. മൂലാധാരത്തിനുമപ്പുറം മൂലാഗ്നിയുടെ ഒളി ഷഡാധാരത്തിലൂടെ കടന്നു പോയി
ആജ്ഞാചക്രത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നു. മൂലാഗ്നിയിലുള്ള വാശാഷാസ എന്നീ 4 അക്ഷരങ്ങളും അഗ്നിശക്തിയാർന്നവയാണ്. അവ മണ്ണാതി വാനം വരെയുള്ള തത്വാക്ഷരങ്ങളാണ്. അഗ്നി അക്ഷരങ്ങളായ 6 മൂലാഗ്നിശക്തി കൊണ്ട അക്ഷരചക്രമാണ്. അങ്ങനെയുള്ള അഗ്നി അക്ഷരങ്ങളുടെ നില എന്താണെന്നും അവ അലങ്കരിക്കേണ്ട വിധം എങ്ങനെയെന്നും ഇവിടെ തിരുമൂലദേവൻ വിവരിക്കുന്നുണ്ട്. നമുക്കതിലേക്ക് കിടക്കണ്ട. ഇപ്രകാരം ഭൂചക്രമായി ശിരസിൽ വിരിഞ്ഞ ചക്രം വിഷ്ടിതത്വങ്ങളായ ആധാരശക്തിയായ ബിന്ദുനാദത്താൽ ഭൂതത്വങ്ങളുടെ സങ്കല്പങ്ങളായ അക്ഷരശക്തിയെയും അതേ സൂക്ഷ്മമാർന്ന നാദബ്രഹ്മത്തിലുയരും ബിന്ദുനാദത്തിലടങ്ങിയ സങ്കരശക്തിയാണ്. അപ്പോൾ ആജ്ഞാചക്രത്തിൽ എന്താണ്? ബിന്ദുശക്തി പ്രകാശിക്കുന്നു. ഈ പ്രണവാഗ്നി ബിന്ദുശക്തിയായിട്ട് ഈ പ്രണവവായു പ്രണവ ശക്തിയാകുന്ന ആ ശക്തി ആകുന്ന പ്രകാശം ആജ്ഞാചക്രത്തിൽ ബിന്ദുശക്തിയായി പ്രകാശിക്കുന്നു. ആ ബിന്ദുശക്തി പിന്നീട് നാദശക്തിയുമായി ചേരുന്നു. അങ്ങനെ ശക്തി നാദമെന്ന് വെച്ചാൽ ശിവൻ. അപ്പോൾ ബിന്ദുശക്തിയാകുന്ന ആ ശക്തി പരദേവത ആദിപരാശക്തി നാദമാകുന്ന ശിവനുമായി ഒന്നിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കൂ. ഓംകാരമെന്ന അക്ഷരബ്രഹ്മത്തിൽ നിന്ന് ഉദയമാകുന്ന ശക്തികളാണ് ബിന്ദുവും നാദവും. അതുതന്നെയാണ് ചക്രവടിവിൽ അക്ഷരബ്രഹ്മത്തിലടങ്ങിയ ഭൂതത്വം. അതായത് സ്ഥൂലതത്വത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്കും സൂക്ഷ്മത്തിൽ നിന്ന് സൂക്ഷ്മതരമായ അവസ്ഥയിലേക്കും നിലകൊള്ളുന്നത്. അതിനപ്പുറം കണ്ണ് മേഘമണ്ഡലങ്ങളിലെ ജലാംശത്തിലടങ്ങിയ ജീവൻ്റെ സൂക്ഷ്മതത്വങ്ങൾ കൊണ്ടതായി അത് തീരുന്നു. അപ്പോൾ പഞ്ചഭൂതങ്ങളും ഇവിടെ ഓങ്കാരത്തിലൂടെ പ്രണവമായി നാദാന്തമായി പ്രശോഭിക്കുന്നു. അപ്പോൾ എല്ലാ തത്വങ്ങളും 96 തത്വങ്ങളും വിശുദ്ധമായി തീർന്ന് അവയെല്ലാം അടങ്ങി ഒടുങ്ങി നാദാന്ത നിലയിലെത്തുന്നു. ഇപ്രകാരം മേഘമണ്ഡലങ്ങളിലെ ജലാംശമായിരുന്ന സൂക്ഷ്മ ആത്മാവായ ഒളിചക്രം പിന്നീട് ഉയർന്നുയർന്ന് അഗ്നിമണ്ഡലവും കടന്ന് അനലായി അതിനുമപ്പുറം വായുവായി അതിനപ്പുറം ചിതാകാശമായി പ്രകാശിച്ച് നിൽക്കുന്നു. അങ്ങനെയാണ് ഈ പരാകാശമായ അക്ഷരബ്രഹ്മമാകുന്ന ആ പരനിലയിൽ ഈ ചിതാകാശവെളിയിൽ തിരുവൊളിചക്രം അരുൾപ്പെരുഞ്ചോതി പ്രകാശിക്കുന്നത്. ആകാശബ്രഹ്മം എന്നാൽ നക്ഷത്രവർണ്ണങ്ങളടങ്ങിയ അക്ഷരബ്രഹ്മം അഥവാ ചിതാകാശമെന്ന നാദബ്രഹ്മമാണ്. അകാരാക്ഷരമായ ശിവചക്രത്തെ അഥവാ സച്ചിദാനന്ദമായി കാണുക. പിന്നെ ഓംകാരമായ ചിതാകാശ വെളിയിൽ നിന്ന് അക്ഷര ബ്രഹ്മമായി നിലകൊള്ളുന്നത് ഈ ഓംകാരം തന്നെ. ചിതാകാശ രൂപമായ സമഷ്ടിശക്തിയും ചിതാകാശ അക്ഷരബ്രഹ്മം വ്യഷ്ടിശക്തിയുമാണ്. അപ്പോൾ ചിതാകാശം എന്താണ്? ശരിക്കും സമഷ്ടിയാണ്. അതേസമയം അക്ഷരബ്രഹ്മം വ്യഷ്ടിയാണ്.
അതായത് അണ്ഡപിണ്ഡങ്ങൾ. അണ്ഡം എന്ന് പറയുന്നത് ചിതാകാശത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ പിണ്ഡം എന്നുള്ളത് ആ അക്ഷരബ്രഹ്മമായി നിലനിൽക്കുന്നു. അതായത് രണ്ട് തരത്തിലുള്ള ശരീരമുണ്ട്. ഒന്ന് അണ്ഡശരീരവുമുണ്ട്, പിന്നെ പിണ്ഡ ശരീരവുമുണ്ട്. അണ്ഡശരീരത്തിൽ അതായത് അണ്ഡപിണ്ഡങ്ങൾ ഒന്നിച്ച് തന്നെയാണ് നിലകൊള്ളുന്നത്. ഒരേ രീതിയിൽ തന്നെയാണ് അണ്ഡവും പിണ്ഡവും നിലകൊള്ളുന്നത്. അതായത് സമഷ്ടിയും വെഷ്ടിയും, അതാണ് അണ്ഡപിണ്ഡങ്ങൾ. സമഷ്ടിയിൽ ഈ ചിതാകാശ വെളിയുണ്ട്, അവിടെ തിരുവോളി പ്രകാശിക്കുന്നു, അവിടെ അരുൾപ്പെരും ജ്യോതി പ്രകാശിക്കുന്നു. അതേപോലെ തന്നെ വെഷ്ടിയുണ്ട്, അതായത് വ്യക്തി, നമ്മൾ, ശരീരം. ഈ ശരീരത്തിലും എന്തുണ്ട്? ഈ തിരുവോളി പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ നാദാന്ത നില സമഷ്ടിയിലുമുണ്ട്, അതേപോലെ നമ്മുടെ വ്യക്തി ഹൃദയത്തിലുമുണ്ട്. ആ വ്യക്തിയിലുള്ള, നമ്മിലുള്ള ചിതാകാശ വെളിയിലെ ആ ചിത് പരവെളിച്ചത്തെയാണ്, ചിത് സഭയിലെ അരുൾപ്പെരും ജ്യോതിയെയാണ് ഇവിടെ തിരുമൂലദേവൻ ഈ തിരുവൊളിചക്രത്തിൽ വ്യക്തമാക്കുന്നത്. ഈ തിരുവൊളിചക്രം തന്നെ, തിരുമൂലദേവന്റെ തിരുമന്ത്രത്തിലെ ഈ ഒളിചക്രം തന്നെയാണ് ഇത് അരുൾപ്പെരും ജ്യോതിയായിട്ട് വള്ളലാർ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ വള്ളലാറുടെ അരുൾപ്പെരും ജ്യോതിയുടെ മൂലം തിരുമൂലദേവന്റെ തിരുമന്ത്രത്തിലെ തിരുവൊളിചക്രമാണ്. ഏരൊളിചക്രം എന്ന ആ കാണ്ഡത്തിൽ, അതായത് തിരുമൂലദേവന്റെ തിരുമന്ത്രത്തിലെ 4-ാം തന്ത്രത്തിൽ ഈ ഒളിചക്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് അതിൻ്റെ തിയറി നമുക്ക് വ്യക്തമായിട്ട് തെളിഞ്ഞ് കിട്ടുന്നുണ്ട്. ഇതാണ് തിരുമൂലദേവനും തിരുമന്ത്രത്തിലെ ഒളിചക്രവും അതേപോലെ അരുൾപ്പെരും ജ്യോതിയുമായുള്ള ആ നാഭീനാള ബന്ധം. ഓം ശിവായ നമഃ.